നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജയം തുടങ്ങുന്നു. വിജയകരമായിട്ടുള്ള പുരോഗതി തന്നെയാണ് ഈ നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഒരുപാട് പരാജയം അറിഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിൽ, ഒരുപാട് തകർച്ചകൾ നേരിട്ടിട്ടുള്ള ആളുകളാണെങ്കിൽ ഇവരുടെ സമയത്തിന് മാറ്റം വരുന്നു. സമയം എന്ന് പറയുന്നത് അവരുടെ തലവര തെളിയാൻ പോകുന്ന ഒരു സാഹചര്യമാണ് ഇവർക്ക് എത്തിച്ചേരാൻ പോകുന്നത്. അതായത് ഇതുവരെ പല വിധത്തിലുള്ള തടസ്സങ്ങൾ, പ്രതിബന്ധങ്ങൾ ഇതൊക്കെ അനുഭവിച്ച ആളുകളാണെങ്കിൽ എത്ര തന്നെ പരിശ്രമിച്ചിട്ടും അധ്വാനിച്ചിട്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടും ഒരു തരത്തിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉയർച്ചകൾ വരാതിരുന്ന ഒരു സമയത്ത് ഇവരുടെ ഏറ്റവും നല്ല ഒരു മാറ്റം കാണപ്പെടുന്ന ഒരു സമയമാണ്. ഇവർ ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും വിജയം കൈമുതലായി വന്നു ചേരുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള ഞെട്ടലോടുകൂടി ഇവരുടെ ജീവിതത്തിനെ കാണാൻ സാധിക്കുന്ന തരത്തിൽ ഇവരുടെ ജീവിതം മാറുന്നു. ഇവർക്ക് മനസ്സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു അവസരം കൈവന്നിരിക്കുന്നു. മനസ്സമാധാനമില്ലാത്ത ഒരു സാഹചര്യം, എപ്പോഴും വേവലാതികൾ, തടസ്സങ്ങൾ, പരിഭവങ്ങൾ, സാമ്പത്തിക ദുരിതങ്ങൾ ഇതൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ, ഈ നക്ഷത്രക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ആശ്വസിക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള മാറ്റം, ഇവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കപ്പെടുന്ന ഒരു സമയത്തിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു അവസരം, ഈ ഒരു അവസരം അവരുടെ പിടിവള്ളിയായി പിടിച്ച് മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ തന്നെ കാണാൻ സാധിക്കും. ഈശ്വരൻ ഇട്ടുതരുന്ന, ഈശ്വരൻ കൈനീട്ടുന്ന ഒരു അവസരമായിട്ട് ഇതിനെ കാണാൻ സാധിക്കും. അതിലൂടെ ജീവിതത്തിൽ ഒട്ടേറെ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യാൻ ഇവർക്ക് സാധിക്കുകയും ജീവിതം കരകയറാനുള്ള എല്ലാവിധത്തിലുള്ള പോംവഴികൾ ഈശ്വരൻ നിറച്ചു വച്ചിട്ടുള്ള ഒരു സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത്. ഞെട്ടിക്കുന്ന മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. സാമ്പത്തിക ഭദ്രത ഉണ്ടാകും. അതായത് ജോലിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എല്ലുമുറി പണിയെടുത്ത് അവരുടെ ജീവിതത്തിൽ സമ്പാദ്യം വരാതിരിക്കുന്ന ഒരു സാഹചര്യം, പല വിധത്തിലുള്ള തടസ്സങ്ങളാണ് അവരെ അലട്ടിയിരുന്നത്. കയ്യിൽ പൈസ നിൽക്കുന്നില്ല, വരുന്ന ധനം പല വിധത്തിൽ ചെലവായി പോകുന്നു. ഇത്തരത്തിലുള്ള വേവലാതികൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ മുതൽ അതിനുള്ള പരിഹാരം കാണാൻ സാധിക്കുന്ന തരത്തിൽ ഇവർക്ക് ലഭിക്കുന്നു. ഈ നക്ഷത്രക്കാരിൽ പെടുന്ന ഏതൊരാളും ആദ്യം ചെയ്യേണ്ടത് അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക. ഗണപതി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ചകളിൽ ദർശനം നടത്തി, രാവിലെയോ വൈകിട്ടോ ദർശനം നടത്തി തൊഴുത് പ്രാർത്ഥിച്ച് യഥാശക്തി വഴിപാട് അല്ലെങ്കിൽ ഇഷ്ട വഴിപാട്, അതായത് ഭഗവാന് കറുകമാല ചാർത്തി പ്രാർത്ഥിക്കുക. ഭഗവാന്റെ തിരുനടയിൽ സന്നിധിയിൽ ഒരു നാളികേരം തലയ്ക്ക് 3 പ്രാവശ്യം ഒഴിഞ്ഞുകൊണ്ട് എറിഞ്ഞു ഉടയ്ക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പലവിധ തടസ്സങ്ങൾക്കുള്ള പരിഹാരമാണ് ഭഗവാന്റെ സന്നിധിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതിലൂടെ ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരും. ഏതെല്ലാം നക്ഷത്രക്കാരാണ്, ഇനി അധികം ദീർഘിക്കുന്നില്ല, ജീവിതത്തിൽ വലിയ വലിയ ഉയർച്ചകൾ വന്നു ചേരുന്നെന്ന് നമുക്കത് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ജീവിതത്തിൽ ഒട്ടേറെ സുവർണ നേട്ടങ്ങൾ കൈവരുന്ന ഒരു സമയം ആണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത്. അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രക്കാർ വളരെ നാളുകളായി ഞങ്ങൾക്ക് ഭാഗ്യമില്ലേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റവും കാണുന്നില്ല എന്നൊക്കെ പരാതിപ്പെടുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ വന്നു ചേർന്നിരുന്ന സമയമുണ്ടായിരുന്നു. ഇതിനൊക്കെ അറുതി വരുത്തിക്കൊണ്ട് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേർന്നു. ഇവർക്ക് വരാൻ പോകുന്നത് സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാനുള്ള അവസരമാണ്. ഇവർ വിചാരിക്കാതെ പോലും പല വിധത്തിലുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാകാം. അതുമല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നതിന് സൂചനയായി പല നല്ല സൂചനകളൊക്കെ ലഭിക്കുന്ന സാഹചര്യമായിരിക്കാം. ഇവരുടെ ജീവിതം അടിമുടി മാറുന്ന ഒരു സാഹചര്യം വന്നു ചേരുന്നു. ജോലി ഇല്ലാത്തവർക്ക് ജോലി ലഭിക്കാനുള്ള അവസരം വന്നു ചേർന്നു. ജീവിതത്തിൽ സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള അന്തരീക്ഷം വന്നു ചേരുന്നു. ജീവിതം അടിമുട്ടി മാറുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇവർ ചെയ്യേണ്ടത് അടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിൽ, ശിവക്ഷേത്രത്തിൽ
ദർശനം നടത്തുക. ഭഗവാന് ജലധാര വഴിപാടായി സമർപ്പിക്കുക. എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും ജീവിതത്തിൽ വന്നു ചേരുന്നതിന് ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം സാധ്യമാകും. അടുത്ത നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ്. പല വിധത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയ ഒരു നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രം. പലപ്പോഴും ദീർഘമായിട്ടുള്ള തടസ്സങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേർന്ന് മനസ്സ് മടുപ്പിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ് ഇവർക്ക് ഉണ്ടായിട്ടുള്ളത്. ജീവിതത്തിൽ ഒരിക്കലും ഒരു പ്രതീക്ഷ, ഒരു തരിമ്പ് പോലും ഇല്ലാത്ത ഒരു സാഹചര്യം. ഇതിൽ നിന്നൊക്കെ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ ഇനി അവർ വെച്ചൊരു കയറ്റം തന്നെയാണ് ലഭിക്കാൻ പോകുന്നത്. സാമ്പത്തിക അഭിവൃദ്ധിയും ഉയർന്ന വരുമാനമൊക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. ഇവർക്ക് പ്രത്യേകമായി എടുത്തു പറയേണ്ടത് വിദേശ യാത്രയ്ക്ക് തരപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. വിദേശത്തേക്ക് പോകാനുള്ള സാഹചര്യം, അതായത് ഒരു കോഴ്സുമായി ബന്ധപ്പെട്ടോ വിദ്യാഭ്യാസപരമായിട്ടോ അല്ലെങ്കിൽ അവിടെ ജോലിക്ക് വേണ്ടിയോ അവിടെ സന്ദർശനത്തിന് വേണ്ടിയോ സ്ഥിരതാമസത്തിന് വേണ്ടിയോ ഒക്കെ ശ്രമിക്കുന്ന ആളുകൾക്ക് അതിനുള്ള പ്രാരംഭ നടപടികൾ വളരെ എളുപ്പത്തിൽ തന്നെ നടന്നു കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. ജീവിതത്തിൽ അസുലഭമായ ഭാഗ്യം ഇവർക്ക് വന്നു ചേരുന്നു. ഇവർ അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക. ഭഗവാന് പഞ്ചാമൃതം അഭിഷേകം വഴിപാടായി സമർപ്പിക്കുക. ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം നിങ്ങൾക്കുണ്ടാകുന്ന പലവിധത്തിലുള്ള ദുഃഖ നിവാരണം സാധ്യമാക്കുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്. ജീവിതത്തിലെ ഒട്ടേറെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന ഈ നക്ഷത്രക്കാർക്ക് പൊടുന്നനെ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാണുന്നു. ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാനുള്ള അവസരങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തിക ഭദ്രതയും ഉയർന്ന വരുമാനവും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഒട്ടേറെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയ സമയത്ത്, ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിച്ച സമയത്തൊക്കെ ഇവർ ഈശ്വരനെ വിളിച്ചിട്ടുണ്ട്. ഈശ്വരന്റെ പരീക്ഷണങ്ങളൊക്കെ മാറി ഈശ്വരൻ കൈ അയച്ച് സഹായിക്കുന്ന എല്ലാവിധത്തിലും നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ ഉന്നതികൾ വന്നു ചേരുന്നു. ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും ഒക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തിക ഭദ്രത അവർക്ക് വന്നു ചേരുന്നു. സമ്പാദ്യം വർദ്ധിക്കുന്നു. വിദ്യാഭ്യാസപരമായിട്ട് വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഉയർന്ന പഠന സാഹചര്യങ്ങൾ അനുവദിക്കുന്ന ആളുകൾക്കൊക്കെ വലിയ മാറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ കാണാൻ സാധിക്കുന്ന സമയമാണ്. ജീവിതത്തിൽ മികച്ച അവസരങ്ങൾ തേടിയെത്തുന്ന ഒരു സമയം. ഒട്ടേറെ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്തുകൊണ്ട് ഈ നക്ഷത്രക്കാർ കുതിച്ചു വരിക തന്നെ ചെയ്യും. അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ സാധിക്കുന്ന ഒരു അവസരം തന്നെയാണ്. അവസരങ്ങൾ ഒരുപാട് വന്നു ചേർന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഉപയോഗപ്പെടുത്താനോ മുതലാക്കാനോ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ലാഭമെടുക്കാനോ സാധിച്ചിട്ടില്ല. ഇനി അവസരങ്ങൾ വരിക മാത്രമല്ല, അതൊക്കെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ഇവർക്ക് സാധിക്കും. കുടുംബ സൗഖ്യം വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ്. കുടുംബപരമായിട്ടുള്ള എല്ലാവിധ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഈ നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കുന്നു. ഇവർക്ക് ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാവുന്ന അവസരങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. മികച്ച നേട്ടങ്ങൾ ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തും. ഉയർന്ന വരുമാനം, സാമ്പത്തിക ഭദ്രത ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. ജീവിതത്തിൽ ഒട്ടേറെ മഹാഭാഗ്യം, സന്തോഷം ഇത്യാദി കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത്. മഹാഭാഗ്യകരമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുകയും അതിലൂടെ വലിയ മാറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ ലഭ്യമാകുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഇവർ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. നേട്ടങ്ങൾ ഒരുപിടി ഇവരുടെ ജീവിതത്തിൽ അനുഭവവേദ്യമായിട്ടുണ്ട്. സന്താനഭാഗ്യമില്ലാത്ത ആളുകൾക്ക് സന്താനഭാഗ്യത്തിനുള്ള അനുകൂലമായ ഒരു സമയം, അതായത് വിവാഹബന്ധം ഉള്ള ദമ്പതികൾക്ക് അവരുടെ ജീവിതത്തിൽ ചിരകാല സ്വപ്നമായ ഒരു സന്താന സൗഖ്യം വരാനുള്ള അവസരം എത്തിയിരിക്കുന്നു. ഈശ്വരന്റെ അനുഗ്രഹത്തിലൂടെ ജീവിതത്തിൽ ഒട്ടേറെ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്തുകൊണ്ട് ഇവർ ജീവിതത്തിൽ മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയം ഇവർക്ക് ലഭിച്ചിരിക്കുന്നു. അടുത്ത നക്ഷത്രം പൂരാടം നക്ഷത്രമാണ്. പൂരാടം നക്ഷത്രക്കാർക്കും ഐശ്വര്യപൂർണമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന, ഗുണകരമായിട്ടുള്ള ഒട്ടനവധി അവസരങ്ങൾ ലഭ്യമാകുന്ന ഒരു സമയം കൂടിയാണ്. ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയും മികച്ച രീതിയിൽ ജീവിത വിജയം നേടുകയും ചെയ്യുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നു. ഇവർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. ഭഗവാന് പാൽപായസ വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വ്യാഴാഴ്ച ദിവസങ്ങളിൽ
ഈ ഒരു വഴിപാട് ചെയ്തു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകളും ഭാഗ്യവർദ്ധനവും എല്ലാവിധത്തിലുള്ള ഈശ്വരാനുഗ്രഹവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുകയും എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പോംവഴി സിദ്ധിക്കുകയും ചെയ്യുന്ന ഒരു സമയം ഉണ്ടാകും. പ്രതിസന്ധി ഘട്ടങ്ങൾ അകലും. ജീവിതത്തിൽ എല്ലാവിധ തടസ്സങ്ങൾ മാറുകയും ജീവിതത്തിൽ ഐശ്വര്യ സമ്പൂർണമായ ഒരു ജീവിതം നയിക്കാനുള്ള അവസരങ്ങൾ ഇവരെ തേടിയെത്തുകയും ചെയ്യും. അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് ജീവിത മുന്നേറ്റത്തിന് ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ്. ഇപ്പോൾ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാവുന്ന സാഹചര്യത്തിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ജീവിതത്തിൽ പലവിധ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്ത് ഈ നക്ഷത്രക്കാർ കുതിച്ചുയരുക തന്നെ ചെയ്യും. ജീവിതത്തിൽ അപൂർവ ഭാഗ്യത്തിന്റെ സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടെത്തുകയും രാജകീയ പദവിയോടുകൂടി നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും. സാമ്പത്തിക ഉന്നതി, ഉയർന്ന വരുമാനം, സാമ്പത്തിക നേട്ടമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഭാഗ്യ സുദിനങ്ങൾ ഇവർക്ക് അനുഭവവേദ്യമാകുന്ന സമയം കൂടിയാണ്. പണത്തിന് ഒട്ടും കുറവുണ്ടാകില്ല. ഇവർക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പലവിധ തടസ്സങ്ങൾ മാറുകയും ജീവിതത്തിൽ ഐശ്വര്യസമ്പൂർണമായ സാഹചര്യങ്ങൾ വന്നു ചേരുകയും ചെയ്യും. അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്കും ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്നു. ഉയർന്ന ഭാഗ്യത്തോടുകൂടി ഇവർ കുതിച്ചുയരാനുള്ള അവസരം. ഇവർക്ക് ആത്മീയ കാര്യത്തിൽ വളരെയധികം താല്പര്യം ജനിക്കും. ആത്മീയ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നതിനുള്ള അതിന് വേണ്ടുന്ന സ്വച്ഛമായിട്ടുള്ള ഒട്ടനവധി അവസരങ്ങൾ ഇവരെ തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ്. അതോടൊപ്പം തന്നെ ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും മോചനം ലഭിക്കുകയും രോഗശാന്തി ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരും. സാമ്പത്തിക ഭദ്രതയോടുകൂടി മികച്ച മുന്നേറ്റത്തോടുകൂടി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുകയും മികച്ച രീതിയിൽ ഈ നക്ഷത്രക്കാർ കുതിച്ചുവരാനുള്ള സാഹചര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. ഈ നക്ഷത്രക്കാർക്ക് എല്ലാവിധത്തിലുള്ള അനുകൂലമായ ഭാവങ്ങളും ലഭിക്കും. മികച്ച നേട്ടങ്ങൾ, ഉയർച്ചകളൊക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്നു. അടുത്ത നക്ഷത്രം ചതയം നക്ഷത്രമാണ്. ചതയം നക്ഷത്രക്കാർക്ക് ജീവിത വിജയം നേടാനുള്ള അവസരമാണ്. വിജയം ഇവരുടെ കൈമുതലായി വന്നു ചേരുന്നതോടുകൂടി ഇവിടെ കുടുംബജീവിതം ഐശ്വര്യപ്രദമാകും. ബന്ധുജനങ്ങളുടെ സഹായ സഹനങ്ങളൊക്കെ ഇവർക്ക് ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു. അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത്. മഹാഭാഗ്യകരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഐശ്വര്യ സമ്പൂർണമായ സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സമയം കൂടിയാണ്. മികച്ച മുന്നേറ്റങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഏറ്റവും അനുഗ്രഹീതമായ ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭ്യമാകുന്നു. മികച്ച നേട്ടങ്ങൾ, ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭ്യമാകുന്ന ഒരു സമയം എത്തിയിരിക്കുന്നു. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പുറമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.